വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. നോക്കട്ടെ, ഇന്ന് നമ്മളൊരു കുഞ്ഞു കാര്യം പഠിക്കാൻ പോകുന്നു കേട്ടോ. കുഞ്ഞു കാര്യം എന്ന് പറയുമ്പോൾ മിസ് പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ പഠിപ്പിച്ച് തന്നില്ലായിരുന്നോ? അതിലൊന്നു കൂടി നമ്മൾ വിശദമായിട്ട് കൺജക്ഷൻസ് ഇന്നൊന്ന് ഓർത്തെടുക്കാൻ പോവുകയാണേ. എന്തായിരുന്നോടാ കൺജക്ഷൻസ്? കൺജക്ഷൻസ് എന്ന് പറയാൻ മിസ് നിങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ട് സെൻറ്റൻസിന് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ഗമ്മ് വേണം അല്ലേ? നമുക്ക് രണ്ട് പൊട്ടിയ വസ്തുക്കൾ നോക്കിയേ നിങ്ങൾ. നമ്മളിപ്പോൾ ഇത് രണ്ടും ഒട്ടിക്കുക. നമ്മൾ പൊട്ടിയ രണ്ട് വസ്തു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഇടയിൽ എന്ത് വേണം? ഗമ്മ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? അതേപോലെ രണ്ട് വാക്കുകളെ, രണ്ട് സെൻറ്റൻസസിനെ നമ്മൾ എന്താണ് ഇങ്ങനെ ജോയിൻ ചെയ്യാനല്ലേ? നമ്മളതിനിങ്ങനെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് എന്ത് വേണം? വി നീഡ് എ ഗം. നമുക്കൊരു ഗമ്മ് വേണം. ആ നമ്മുടെ ഗമ്മാണ് എന്താ? കൺജക്ഷൻസ് അല്ലേ? അതിന് നമ്മൾ ചേർക്കുന്ന വാക്കാണ് കൺജക്ഷൻസ്. നോക്ക് ഇവിടെ ഏതൊക്കെയായിരുന്നു കൺജക്ഷൻസ്? ഫോർ ഈസ് എ കൺജക്ഷൻ അല്ലേ? ഫോർ ഈസ് എ കൺജക്ഷൻ. ഫോർ വാട്ട്? എന്തിനു വേണ്ടി? നമ്മൾ ചോദിക്കില്ലേ ഫോർ വാട്ട്? മാമ ഐ വാണ്ട് എൻ ഐസ്ക്രീം. ഓ ഫോർ വാട്ട് യു വാണ്ട് എൻ ഐസ്ക്രീം ടുഡേ? ഇന്നിപ്പോൾ എന്തിനൊരു ഐസ്ക്രീം കഴിക്കുന്നത്? അപ്പം നിങ്ങളോട് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു റീസൺ അറിയണം, ഒരു കാരണം അവിടെ അറിയണം. ആൻഡ് എന്ന് പറഞ്ഞോ, ഓ മാമ നമുക്കിങ്ങനെ പറയാം അല്ലേ? ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് വാണ്ട് ടു ഗോ ഫോർ എ ട്രിപ്പ് അല്ലേ? എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എന്ത് വേണം? നമുക്കൊരു ട്രിപ്പിന് പോകണം. അല്ലെങ്കിൽ ഐ വാണ്ട് എൻ ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ്. എനിക്കൊരു ഐസ്ക്രീമും വേണം, ഒരു ചോക്ലേറ്റും കൂടി വേണം. നമ്മൾ രണ്ട് കാര്യങ്ങളും ഇതും അവിടെ കൂടിച്ചേർന്ന് അതും വേണം, എനിക്ക് ഇതും വേണം. മൂന്നാമത്തെ നോക്കുക, നോർ. നോർ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആണല്ലേ? ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് എന്താ? നോർ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ ഉള്ളത്? ബട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷോസ് എ കോൺട്രാസ്റ്റ്. ബട്ട് നിനക്ക് പനി എന്താണ്? യു വാണ്ട് ഇറ്റ് ഈസ് റൈറ്റ് ദാറ്റ് യു വിഷ് ടു ഗോ ഫോർ എ ട്രിപ്പ്. ഇത് ഓക്കെയാണ്, നിനക്ക് എന്തിനു പോകണം? ട്രിപ്പിന് പോകണം എന്നുള്ളത്. ബട്ട് യു ആർ നോട്ട് ഫീലിംഗ് വെൽ. പക്ഷെ ഇന്ന് നിനക്ക് എന്ത് സുഖമില്ലല്ലോ, അപ്പം നീ പോണ്ട. അപ്പം ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷേ എന്ന് പറയില്ലേ? എനിക്ക് ഐസ്ക്രീം വേണം. നോ. പക്ഷേ എന്താണ്? ഐസ്ക്രീം ഒക്കെ കഴിക്കുക, പക്ഷേ ത്രോട്ട് പെയിൻ ഉണ്ട്, കഴിക്കണ്ട. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് പറയാ? ബട്ട് പറയാ. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു വാണ്ട് എൻ ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്. വിച്ച് വൺ യു വാണ്ട്? ഐസ്ക്രീം വേണോ ചോക്ലേറ്റ് വേണോ? ഐസ്ക്രീം ഓർ ചോക്ലേറ്റ് ഏത് വേണം എന്നങ്ങനെ. അല്ലെങ്കിൽ ഇത് എന്താ പറയുക? നമ്മൾ ഓരോ രണ്ട് സംഗതി വെച്ചിട്ട് ഏതാണോ വേണ്ടേ, ഇത് അല്ലെങ്കിൽ ഇത്, അപ്പം നമുക്ക് എന്ത് പറയാം? ഓർ യൂസ് ചെയ്യാം. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ കം യെറ്റ്, നീ ഇതുവരെ വന്നില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് യെറ്റ് ഉപയോഗിക്കാം. സോ ഷോസ് കോസ് ആൻഡ് എഫക്റ്റ് അല്ലേ? നമ്മുടെ കാരണങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? സോ ഉപയോഗിക്കും അല്ലേ? എന്താണ്? ഐ ഡിഡ് നോട്ട് ഡു ഹോംവർക്ക്, ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ ചോദിക്കാണ് സോ അതുകൊണ്ട് എന്താ നിനക്ക് ചെയ്യാമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് ഉപയോഗിക്കും? സോ ഉപയോഗിക്കും. അപ്പം നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ്? ഫോർ നിങ്ങളിപ്പോൾ പഠിക്കേണ്ടതാണ്, ആൻഡ് പഠിക്കേണ്ടതാണ്, ബട്ടും ഓറും. ഈ നാലെണ്ണം നിങ്ങളിപ്പോൾ പഠിക്കേണ്ടതാണ്. ബാക്കി നിങ്ങൾ അടുത്ത് എന്താ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.